എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ച് കൊടിവള്ളി ഇട്ടിരുന്നു, കുറേ പിടിച്ചു, കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കൊടിവള്ളി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരടി സ്ക്വയറുള്ള കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് മേൽമണ്ണ് തട്ടി മൂടി കുഴി മൂടിയിടുക. അതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടിരിക്കുന്നതാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കണം. കാരണം അതിനകത്ത് രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ എളുപ്പമായി. അങ്ങനെ കുഴിമായി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കഴിഞ്ഞു മഴക്കാലത്ത് കൊണ്ടുവന്ന് വെച്ച തൈയാണ്. ഭയങ്കര മഴ കാരണം നടാൻ പറ്റിയില്ല. ഇതിപ്പം കരിമുണ്ട എന്ന് പറയുന്നതിനകത്തിൽപ്പെട്ട വള്ളിയാണ്. കഴിഞ്ഞ വർഷം കുറേ പന്നിയൂരാണ് നട്ടത്. വയനാട് ജില്ലയിലേക്കാണെങ്കിൽ പൊതുവിൽ കരിമുണ്ടയ്ക്ക് കേട് കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കരിമുണ്ട ഇടാന്ന് വെച്ചതാണ്. ഇതിപ്പോൾ 2 വള്ളിയുള്ള ഒരു തണ്ടിന് 22 രൂപ വിലയാണ്. അമ്പലവിലുള്ളൊരു ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ സാധാരണ എങ്ങനെ വേണമെങ്കിലും ഇത് കൂട് പൊട്ടിക്കുക, വെക്കുക, ഇതുള്ളൂ. കുടിവള്ളിയുടെ ചെരുവ് നോക്കി വേണം വയ്ക്കാൻ. അങ്ങനെ വയ്ക്കരുത്. ഇപ്പോൾ ഇത് മരത്തിലേക്ക് കയറാനാണെങ്കിൽ ഇതിൻ്റെ ചെരുവ് ഇങ്ങനെ ആയിട്ട് വരത്തക്ക രീതിയിലാണ് വയ്ക്കുക. അതിൻ്റെ വളർച്ച അതൊന്നും കാണുമ്പോൾ തന്നെ അറിയാം. ഏതാണ്ട് തണ്ട് മണ്ണിൻ്റെ നിരപ്പിൽ ലേശം താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ വയ്ക്കാവുള്ളൂ. തണ്ടിനെ ഇളക്കം പറ്റാതെ നട്ടു കൊടുക്കുക. മേൽമണ്ണ് സൈഡിൽ നിന്ന് ചിരണ്ടി ചെല്ലിയിടുകയാണെങ്കിലും കുറച്ചുകൂടി വളം കൂടുതലുണ്ടാവും മണ്ണിന്. നമ്മളതുകൊണ്ടാണ് ഈ മേൽ സൈഡിൽ നിന്ന് ചിരണ്ടി ചെല്ലിയിട്ടിട്ട്. വള്ളിത്തല നീളം കുറവാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടി താഴ്ത്തി വയ്ക്കാമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അടിയിൽ കുഴിക്ക് വിസ്താരമുണ്ട്, വേറെ ഇറങ്ങിക്കോളും. ചെറുതായിട്ടൊന്ന് ചവിട്ടി ഉറപ്പിക്കണം. മഴക്കാലം കഴിഞ്ഞ സമയമായതുകൊണ്ടാണ്. മഴക്കാലത്തിന് മുന്നേ നടുകയാണെങ്കിൽ നല്ലോണം ചവിട്ടി ഉറപ്പിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെള്ളം ആ കുഴിയിൽ കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വള്ളി നടുന്നത്. അതിന് നമുക്കൊരു ചെറിയൊരു താങ്ങ് കൊടുക്കണം. ഇതുപോലെ ഒരു ചെറിയൊരു താങ്ങ് കൊടുത്ത് നിർത്തിയാൽ പെട്ടെന്ന് പിടിച്ച് കയറും. ചെറിയ എന്തെങ്കിലും ഒരു കഷ്ണം വള്ളിൻ്റെ ഒന്ന് കെട്ടിയാലും തിരക്കേടൊന്നുമില്ല. കെട്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അത് അധികം ടൈറ്റ് ചെയ്ത് കെട്ടരുത്. അങ്ങോട്ടും കൂടെ ഞൊലഞ്ഞു പോകാത്ത രീതിയിൽ താങ്ങ് കിട്ടിയാൽ തന്നെ ഇതിന് പെട്ടെന്ന് വലിഞ്ഞു കയറും. നമ്മൾ കൊടിവള്ളി നടൽ കഴിഞ്ഞില്ല. ഇനി അതിനകത്ത് നമുക്കതിൻ്റെ ചുവട്ടിൽ ചപ്പ് കുത്തണം. ഇത് മഴയൊക്കെ മാറിയ സമയമായതുകൊണ്ട്, അല്ലെങ്കിലും മഴയത്താണെങ്കിലും ഇത് ചുവട്ടിൽ കുത്തണം. അതിന് ചുവട്ടിൽ വെള്ളം തല്ലി വീണ് കഴിഞ്ഞാൽ മുള കയറാൻ പാടാ. ഇങ്ങനെ അങ്ങോട്ട് കുത്തിയെ കൊടുത്തേക്കാം. അത് ഈ ചപ്പ് തന്നെ വേണമെന്നില്ല. വെട്ടിച്ചപ്പ്, മാവ്, പ്ലാവ് എന്തായാലും മതി. കൂടുതൽ ഇതിങ്ങനെ കുത്തണം. അല്ലെങ്കിൽ പെട്ടെന്ന് വെയിലടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മഴയായാലും വെയിലായാലും ഒക്കെ പോകും.
അപ്പോഴാണ് കൊടി നാട്ടി കഴിഞ്ഞത്. ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തെക്കേ ഭാഗത്തുനിന്ന് ഇതിപ്പോൾ നമ്മൾ വടക്ക് വശമാണ്, ഇത് ഭൂമിയുടെ വടക്ക് വശത്താണ് നമ്മൾ കുഴി എടുത്തിട്ടുള്ളത്. കുരുമുളക് വള്ളിയിടാൻ എപ്പോഴും അനുകൂലം വടക്ക് വശമാണ്. കിഴക്ക് വശമാണെങ്കിൽ രാവിലെ ഭയങ്കര വെയിൽ തട്ടും, തെക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും വൈകുന്നേരത്തെ വെയിൽ നല്ലോണം അടിക്കും. അതുകൊണ്ടാണ് വടക്ക് വശത്ത് നമ്മൾ കുടിവള്ളി ഇട്ടുന്നത്. പഴയ കാലത്തെ കാരണന്മാരൊക്കെ എല്ലാ ആളുകളും അങ്ങനെ ഇടുക, വടക്ക് വശത്തായി ഇടുക. ഈ സംഭവം വേണമെങ്കിൽ നമുക്ക് GI പൈപ്പിൽ അതുപോലെ തന്നെ വളർത്തിയെടുക്കാൻ കഴിയും. പിന്നെ കവറിൽ നിറച്ചുകൊണ്ട് ഇപ്പം ഗ്രോ ബാഗിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അത് നമുക്ക് ഒരിക്കൽ കാണിക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇട്ടതിരിക്കുന്ന കൊടിയാണ്, അതൊക്കെ കയറി വന്നു. കഴിഞ്ഞ വർഷം ഇട്ടതാ, ഇതിപ്പോൾ അടുത്ത വർഷം കായാവും. ഇതിനകത്ത് അങ്ങനെ രാസവളമൊന്നും ചെയ്തിട്ടില്ല. ചുട്ടിലെ പുല്ല് കിളയ്ക്കരുത്, പറിച്ച് മാറ്റിയത് കൈ കൊണ്ട് പറിക്കണം. കിളച്ച് വേര് പൊട്ടിക്കരുത്. മെയിനായിട്ട് ഇതിൻ്റെ ചൂടധികം കളയ്ക്കാൻ പാടില്ല. കണ്ണി കണ്ട ചപ്പും ചോറൊക്കെ ഇതിൻ്റെ ചുട്ടിലേക്ക് ഇങ്ങനെ വെട്ടി ഇട്ട് കൊടുക്കുക ചെയ്യാവുള്ളൂ. വലിയ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് കളയാം. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇട്ട വള്ളിയല്ല. ഇതാണ് ഈ ചൊറിയണം എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മുടെ പറമ്പിൽ കണ്ടവാനുണ്ട്. ഇത് ഉപ്പേരിയൊക്കെ വയ്ക്കാൻ ഫസ്റ്റാട്ടോ. ഉപ്പേരി വെച്ച് ഇതിൻ്റെ ഇലയൊക്കെ ഉപ്പേരി വയ്ക്കാൻ ഫസ്റ്റാണ്. ചൊറിയണം, കൈ തൊട്ടാൽ ചൊറിയും, ഇവരറിയും. ഇതിൻ്റെ ചുവട്ടിലെ കാടുകളൊക്കെ ഇങ്ങനെ പറിക്കാനേ പാടുള്ളൂ. തൂമ്പിക്ക് ചെത്തരുത്. അങ്ങനെ പറിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്ന ചപ്പും ചവറൊക്കെ ഉണ്ടാകും. നമ്മളിപ്പോൾ വെട്ടി ഇതിന് ചുവട്ടിൽ ചുറ്റും അങ്ങിടും. അങ്ങനെയാണ് അതിൻ്റെ കൃഷി രീതികൾ. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം ഇങ്ങനെ 10 വള്ളി ഇടുക. 10 വള്ളി ഇടുമ്പോൾ 5 പിടിച്ച് കിട്ടും, കുറച്ച് പോവും. കാരണം ഇതിനകത്തൊക്കെ നല്ല തോട്ടായിരുന്നൊക്കെ പോയതാ. അപ്പം ഇത് കഴിഞ്ഞ വർഷം ഇട്ട് പിടിപ്പിച്ച വള്ളിയാണ്. തേരി വരുന്നേ ഉള്ളൂ. കാട് പറിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോട് ഇളകി പോകാൻ നോക്കണം. ചൂട് ഇളക്കം തട്ടിയാൽ പെട്ടെന്ന് പഴുപ്പ് കയറും. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു മാസത്തിലൊരു പ്രാവശ്യം ഇത് വള്ളി കെട്ടി കൊടുക്കണം. ഇതിങ്ങനെ പിടിച്ച് കെട്ടി കൊടുക്കണം. ഇതിന് കെട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കയറി വരാൻ പാടാ. ഇതിൻ്റെ അടുത്ത് കുറച്ച് തെങ്ങും തണങ്ങൊക്കെ ഉള്ളതുകൊണ്ടാണ് കെട്ടാത്തത്. താങ്ങുകാലയിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണം, എന്നാലിത് കയറി വരത്തുള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ, നേരത്തെ കെട്ടി കൊടുത്തായിരുന്നോ? പിന്നെ ഇന്ന വള്ളി വേണമെന്നില്ല, പെട്ടെന്ന് ദ്രവിച്ചു പോകുന്ന വള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പ്ലാസ്റ്റിക് ഒന്നും വെച്ച് അധികം കെട്ടരുത്. പ്ലാസ്റ്റിക് വള്ളിയൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം മണ്ണം വയ്ക്കും. അപ്പോൾ പ്ലാസ്റ്റിക് വള്ളി പോവില്ല, കൊടിവള്ളി മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഈ ഓർഗാനിക് ആയിട്ടുള്ള ഇടത്തിൽ തന്നെ ദ്രവിച്ചു പോകുന്ന സൈസ് വാഴവള്ളി, പാളവള്ളിയാണ് ഇതിനാവശ്യമുള്ളൂ. ഇതൊരു സീസൺ കഴിയുമ്പോഴത്തേക്കും പോകും. അപ്പോൾ അത് വേര് പിടിക്കും. പിന്നെ ഇപ്പോൾ ഇത് വലിയ മരം ആയതുകൊണ്ടാണ് ഇത്രയും സാധാരണ ചെറിയൊരു കാലുകളിലൊന്നും ഈ ഇത്രയും വണ്ണമൊന്നുമുള്ള വള്ളി വേണ്ട. ഇതിപ്പോൾ മരം വണ്ണമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വള്ളി ഇങ്ങനെ എടുപ്പിച്ചൊക്കെ വലിയ കെട്ട് കിടന്നത്. കണ്ടോ, നമ്മൾ ഈ വള്ളി ഇങ്ങനെ ചേർത്ത് നിർത്തി ഇതിൻ്റെ ഡബിൾ വളർച്ചയാണ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ. കെട്ടാതിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ മറ്റേ പറമ്പിക്കടയൊക്കെ ഇങ്ങനെ കറങ്ങുള്ളൂ. വള്ളി ഒരു കാലഘട്ടം കഴിയുമ്പോൾ പോകാൻ പാകത്തിന് ചെയ്താൽ മതി. കാരണം പ്ലാസ്റ്റിക് വള്ളി വെച്ചൊന്നും കെട്ടിയേക്കരുത്. പ്ലാസ്റ്റിക് വള്ളി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ചില വീടുകൾ കണ്ട് പ്ലാസ്റ്റിക് വള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര മണ്ടത്തരാണ്. ഈ അതിന് തന്നെ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴത്തേക്ക് ഒരു ഏറ്റവും ചുരുങ്ങി ഒരു 4 ഇഞ്ച് കൂടെ വണ്ണം വയ്ക്കും. ആ സമയം കൊണ്ട് ഇത് വള്ളി അങ്ങ് പൊട്ടിപ്പോവും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളിയായി തന്നെ ഇരിക്കും, കൊടിവള്ളി മുറിഞ്ഞു പോകും. ഇതിപ്പോൾ ഉടനെ തന്നെ ഇവിടെ കാല് പിടിക്കുക, അട്ടക്കാല് പിടിക്കുക എന്നാണ് പറയുക. ഇതാണ് അതിൻ്റെ അട്ടക്കാല് എന്ന് പറഞ്ഞത്. കണ്ടോ, ഇവിടെ കാണിച്ച് വേര് കണ്ടോ, കാണുന്നുണ്ടോ വേര്? അതാണ് ഈ അട്ടക്കാല്. അത് ഈ മരത്തിലേക്ക് പിടിക്കാനുള്ള കാലം. അതാ ഇവിടെ ഇതാണ് അട്ടക്കാല് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഇതിനകത്തേക്ക് പിടിച്ച് കയറും. ഇത് പിടിക്കുന്നതോടുകൂടി മൂപ്പര് ബലമായിട്ട് അങ്ങ് കയറി പോകും. ഇനിയിപ്പോൾ അടുത്ത തവണ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഒന്നുകൂടി താങ്ങി കൊടുക്കും. കാരണം 2-3 തവണ കെട്ടി കൊടുത്താൽ പിന്നെ അടിച്ചാൽ കയറും. അപ്പോൾ അതാ മേലെ അതാ ഒരു വള്ളിയുണ്ടോ,
അത് കൊടിവള്ളി അങ്ങ് പോയതാണ്, പറിച്ചുകൊണ്ടിരുന്ന മുളക് അത് പോയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇട്ടതാണത്. അപ്പോൾ നമ്മളിനിയിപ്പം കർഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് പോകരുത്, അതാ പറയാനുള്ളത്. കർഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞങ്ങനെ കൃഷിയിൽ മാസ്റ്റർ ബിരുദം എടുക്കുക, അതേ ഇതിനകത്ത് പറയാനുള്ളൂ. അത് നിങ്ങൾക്കൊരു അഡ്വാൻസ് ആയിട്ട് തരികയാണ് ഞാൻ. കാരണം നമ്മൾ ഈ കുരുമുളക് വള്ളി പോയി എന്നും പറഞ്ഞാൽ അത് ഒഴിവാക്കുകയല്ല. കാപ്പി വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളയല്ലേ. ഏതാണ്ട് കാപ്പി വെക്കുന്നുണ്ടോ, വിലയില്ലാത്ത സമയത്തും അതിനെ സംരക്ഷിച്ചു. ഇപ്പോൾ നല്ല വിലയാണ്. കവുങ്ങ് കേടാണെന്ന് പറഞ്ഞ് നടാതിരിക്കുകയല്ല, പോയതൊക്കെ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. കൃഷിയിൽ നമ്മൾ MSc എടുക്കുക എന്ന് പറയും. നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണെങ്കിൽ കൃഷി 100 കൂട്ടം പരിപാടിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. കൃഷി ചെയ്യുന്ന കൃഷി തന്നെ ഉറച്ച് നിൽക്കുക. നല്ല അത് MSc എടുക്കുക തന്നെ വേണം. കാരണം ഇതിനകത്ത് ഇത് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വീണ്ടും നട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കുമ്മായ ഇട്ടിട്ടുണ്ട്, അങ്ങനെ പല പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഇപ്പം കരിമുണ്ട വള്ളി പിടിച്ചു നിൽക്കുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. കുറച്ച് വള്ളി കരിമുണ്ട മാത്രം പോകാതെ നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇത്തവണ പുതിയ വള്ളി എടുത്തതെല്ലാം കരിമുണ്ടയാണ്. നമ്മളിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ, നമ്മുടെ ജീവിതം കൃഷി, ഇതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം നയിക്കുക. അപ്പം പുറകോട്ട് പോകാതിരിക്കുക. കുരുമുളക് വള്ളി പോയി എന്നും പറഞ്ഞ് കുരുമുളക് ഒഴിവാക്കുകയല്ല, കാപ്പിക്ക് വില ഇടിഞ്ഞെന്ന് പറഞ്ഞ് കാപ്പി ഒഴിവാക്കുകയല്ല. ഇപ്പം തന്നെ റബ്ബറിന് ടോപ്പ് വിലയായി. 100 രൂപ വിലയുള്ള സമയത്ത് എല്ലാവരും വെട്ടിക്കളഞ്ഞിട്ട് അത് വെച്ചു. നമ്മുടെ റബ്ബറൊക്കെ അവിടെ വെക്കുന്നുണ്ടോ, ആ റബ്ബറൊക്കെ അവിടെ സംരക്ഷിച്ച് നിർത്തിയൊക്കെ ഇപ്പോൾ വിലയായി. അപ്പോൾ അതാണ്, ഇത് എല്ലാത്തിനും ഒരു ടൈം ആകുമ്പോൾ കിട്ടും. ഇത് അറക്കളം വണ്ടി എന്ന് പറയുന്ന ഒരു സൈസ് വള്ളിയത്. ഇത് കേടില്ല. പന്നിയൂരാണ് കൂടുതലായിട്ട് കേടുവന്ന് പോയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് പറഞ്ഞാൽ അതും അതിൽ പെട്ടതാണ്. കരിമുണ്ട മുളക് കായ്ച്ചിരിക്കുന്നുണ്ട്, കരിമുണ്ട എന്ന് പറയും. ഇതിന് കേട് കുറവ് കാണുന്നുണ്ട്. അതാണ് ഈ വർഷം നമ്മൾ കരിമുണ്ട ഇടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. ഇത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ ഇടാൻ കഴിയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കാര്യമില്ല, കൃഷിക്കാർക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് നമ്മൾ ഇടുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതുവരെ ഗുഡ് ബൈ.